I by 1 minus I write in A plus IB form. A plus IB ഫോമിൽ എഴുതാനാണ്. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും കൂടി ചോദിക്കാം. ആദ്യത്തതിനെ നമുക്ക് Z1 മേളിലുള്ളതിനെ Z1 എന്ന് ഡിനോട്ട് ചെയ്യാം. രണ്ടാമത് താഴെ കിടക്കുന്നതിനെ നമുക്ക് 1 മൈനസ് I എന്ന് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെയും വരാം ക്വസ്റ്റ്യൻ ഫൈൻഡ് Z1 by Z2 ഇങ്ങനെ വരാം. അല്ലെങ്കിൽ A plus IB ഫോമിൽ എഴുതുക എന്ന് വരാം. അല്ലെങ്കിൽ ഇനി വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫൈൻഡ് മോഡുലസ് ഓഫ് Z1 by Z2 ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഫൈൻഡ് കോൺജുഗേറ്റ് ഓഫ് Z1 by Z2 ഇങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് A plus IB ഫോമിലേക്ക് എഴുതുന്നത് നോക്കാം. എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ ആദ്യമേ A plus IB ഫോമിൽ എഴുതണം, എന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോൺജുഗേറ്റ് ഉണ്ട്. താഴെയുള്ള നമ്പറിൻ്റെ കോൺജുഗേറ്റ്, താഴെയുള്ള നമ്പർ 1 മൈനസ് I ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് I ആണ്. അപ്പോൾ 1 പ്ലസ് I കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. NRനെയും DRനെയും മൾട്ടിപ്ലൈ ചെയ്യണം. NRനെ അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. താഴെയുള്ള നമ്പർ നമ്മുടെ 1 മൈനസ് I ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് I ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ തെറ്റിക്കാതെ ചെയ്യണം. നടക്കുന്നത് 1 മൈനസ് I ഇൻറ്റു 1 പ്ലസ് I എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അതായത് ഇത് ഏത് ഫോമിൽ കിടക്കുകയാണ്? A മൈനസ് IB ഇൻറ്റു A പ്ലസ് IB എന്ന ഫോമിലാണ് കിടക്കുന്നത്. താഴെയുള്ള ഇത് 1 മൈനസും ഇത് പ്ലസ്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു റിസൾട്ട് നമുക്കറിയാം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നാണ് വരുന്നത്. ഇവിടെ വരുന്നത് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. അതായത് എയുടെ റിയൽ നമ്പറിൻ്റെ സ്ക്വയറും ഇമാജിനറി നമ്പറിൻ്റെ സ്ക്വയറും കൂടി എഴുതിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ 1 മൈനസ് I ഇൻറ്റു 1 പ്ലസ് I എന്ത് വരും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നുള്ള ഫോമില എഴുതാം. A സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ, ഐയുടെ കൂടെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ, അതായത് ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെയുള്ള നമ്പർ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ 1 ഉണ്ട്. 1 I എന്നാണ്. 1 ഇൻറ്റു I ആണ് I എന്ന്. അപ്പം 2 എന്ന് വരും. ഇത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വരും. അപ്പം നമുക്ക് കിട്ടിയത് ഡിനോമിനേറ്ററിലുള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? താഴെയുള്ളത് ഡിനോമിനേറ്ററിലുള്ളത് നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ 1 പ്ലസ് I ഇൻറ്റു 1 പ്ലസ് I എന്ന് വരും. എന്താ വരുന്നതെന്ന് നോക്കാം. 1 സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നതിലോട്ട് ചെയ്യുക. 1 ഇൻറ്റു I 1I, ഈ I ഇൻറ്റു 1 I ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1I വരും. ഇനി I ഇൻറ്റു I എന്ന് പറയുമ്പോൾ I സ്ക്വയർ വരും. I സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. 1I പ്ലസ് 1I എന്ന് പറയുമ്പോൾ 2I വരും. I സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും അറിയേണ്ടതാണ് -1 ആണ്. അത് എപ്പോഴും കാണാതെ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ അവിടെ നമുക്ക് -1 എന്ന് എഴുതാം. ഈ -1ഉം +1 കൂടെ കട്ടായി പോവും. ബാക്കി വരുന്നത് 2I ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 2I എന്ന് കിട്ടി. അപ്പം ന്യൂമറേറ്ററിൽ അതായത് മുകളിലുള്ളത് 2I എന്ന് വരും. 2I ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1A പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. അടുത്ത സ്റ്റെപ്പിൽ ഈ 2 2 കൂടി ക്യാൻസലാക്കി കളയാൻ നമുക്ക് കിട്ടുന്ന ആൻസർ I ആണ്. മൾട്ടിപ്ലൈ ചെയ്തു. മുകളിലാണെങ്കിൽ 1 പ്ലസ് I ഇൻറ്റു 1 പ്ലസ് I വന്നു. അത് മൾട്ടിപ്ലൈ ചെയ്തെടുത്തപ്പോൾ 2I വരും. താഴെ പിന്നെ നമുക്ക് എളുപ്പം അങ്ങ് എഴുതാം. റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്ത് എഴുതി. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 I എന്ന് വരും. I എന്ന് പറയുമ്പോൾ 0 പ്ലസ് 1I എന്നാണ് വരുന്നത്. അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് 1ഉമാണ്. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കാണാനായിട്ട് ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് Z1 by Z2 കാണാനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് ഈ സെയിം തന്നെയാണ് സ്റ്റെപ്പ്. ഇനി അടുത്തത് പറഞ്ഞത് കോൺജുഗേറ്റ് ചോദിക്കാമെന്ന് പറഞ്ഞു, മോഡുലസ് ചോദിക്കാമെന്ന് പറഞ്ഞു. മോഡുലസ് ഓഫ് Z1 by Z2 എന്നാണെങ്കിൽ നമുക്ക് I എന്ന് കിട്ടിയല്ലോ I. അപ്പോൾ ആ ആൻസർ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഐയുടെ മോഡുലസ് ഓഫ് I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇവിടെ എയുടെ സ്ഥാനത്ത് 0 ആണ്. 0യുടെ സ്ക്വയർ പ്ലസ് Bയുടെ സ്ഥാനത്ത് ഐയുടെ കൂടെയുള്ള നമ്പർ ആണല്ലോ B, അത് 1 ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 1 എന്ന് വരും. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 എന്നാണ് മോഡുലസ്.